ഹലോ ഹൈ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എനിക്ക് ഇന്ന് ഐഫോൺ 17 Pro Max കിട്ടിയിട്ടുണ്ട്. ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഐ ഹാവ് ബീൻ ആൻ ആൻഡ്രോയിഡ് യൂസർ ഫോർ ദ പാസ്റ്റ് 10 to 12 years. അപ്പോൾ എനിക്ക് ഐഫോണിനെ പറ്റി വലിയ വിവരമൊന്നുമില്ല. ഇപ്പോൾ എനിക്കൊരു ഐഫോൺ കിട്ടി. അപ്പോൾ ഞാനൊന്ന് റിസർച്ച് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് ഐഫോണിൻ്റെ ബോക്സ്. QR കോഡാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇതിനകത്തുള്ള ബുക്ക്ലെറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ബാക്കി കാര്യങ്ങളൊക്കെ ഓൺലൈൻ വഴി എടുക്കുന്നതാണ്. ഒരു മെയിൻലി റീസൺ എന്ന് പറഞ്ഞാൽ പേപ്പർ യൂസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനത് ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്. അപ്പം ഇതിനകത്ത് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞാൽ ഒരു C-type കേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സിം ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ പിൻ പോലത്തെ സാധനം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഇതാണ് ഐഫോൺ. ഫോണിൻ്റെ കളർ വരുന്നത് കോസ്മിക് ഓറഞ്ച് കളറാണ് വരുന്നത്. ഈ ഒരു കളറിനെ പറ്റി ഞാൻ മിക്സഡ് റിവ്യൂസാണ് കണ്ടത്. കാരണം മിക്കവർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല, ബട്ട് കുറേ പേർക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്തത്. എൻ്റെ അടുത്ത് ചോദിച്ചാൽ എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ ഐ റിയലി ലൈക്ക് ദിസ് കളർ. നല്ലൊരു കളറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം കുറച്ച് ക്യാച്ചി ആയിട്ട് നിൽക്കുന്ന ഒരു കളറാണ്. നെക്സ്റ്റ് ഇതിൻ്റെ ബോഡീനെ പറ്റി പറയാം. അവർ പ്രീവിയസ് വെർഷൻസിലെല്ലാം ടൈറ്റാനിയം ബോഡീസാണ് ഇറക്കിക്കൊണ്ടിരുന്നത്. ബട്ട് ഇപ്രാവശ്യം അവരത് മാറ്റി അലുമിനിയം ബോഡിയാണ് ഇറക്കിയിരിക്കുന്നത്. അത് അവർ കൊടുക്കാൻ കാരണം ടു മാക്സിമൈസ് പെർഫോമൻസ്, ബാറ്ററി കപ്പാസിറ്റി ആൻഡ് ഡ്യൂറബിലിറ്റി. ഈ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ അലുമിനിയം ബോഡി കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ആൾസോ സെറാമിക് ഷീൽഡ് ടു, വിച്ച് മീൻസ് ഗ്ലാസ് ആണ് അവരുടെ ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിരിക്കുന്നത്. അത് മെയിൻലി കൊടുക്കാൻ കാരണം സ്ക്രാച്ച് റെസിസ്റ്റൻസിന് വേണ്ടിയിട്ടുമാണ്. ആൻഡ് ഓവറോൾ ഈ ഫോൺ നോക്കുവാണെങ്കിൽ പ്രീവിയസ് വെർഷനായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ ക്യാമറ പൊസിഷൻ കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഫ്ലാഷും സെൻസറും വേറൊരു സൈഡിലോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. ബട്ടൺസ് വരുന്നതെന്ന് പറഞ്ഞാൽ വോളിയം ബട്ടൺ ഉണ്ട്, ക്യാമറയ്ക്ക് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് ഒരു ബട്ടൺ ഉണ്ട്, ആൻഡ് ആക്ഷൻ ബട്ടൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമുക്കതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. A19 Pro ചിപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഐഫോൺ ക്ലെയിംസ് ദാറ്റ് ദിസ് ഈസ് ദ ബെസ്റ്റ് ഐഫോൺ എവർ മെയ്ഡ്. നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഐഫോൺ ആണ് ഇതെന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഇഫ് യു ആർ ആൻ ഐഫോൺ 15 Pro Max യൂസർ, യു വിൽ ഗെറ്റ് 20% ഫാസ്റ്റർ CPU ആൻഡ് 50% ഫാസ്റ്റർ GPU. ഇപ്പോൾ അഡ്വാൻസ്ഡ് ഗെയിമിംഗ് ഒക്കെ കളിക്കുന്ന ആൾക്കാർക്ക്, അഡ്വാൻസ്ഡ് വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി ആൻഡ് അത് അഡ്വാൻസ്ഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് പറ്റിയിട്ടുള്ളൊരു ഫോണാണ്. 6.9 ഇഞ്ച് സൂപ്പർ റെക്ടിന XDR ഡിസ്പ്ലേ ആണ് വരുന്നത്. നല്ല ബ്രൈറ്റ് ആണ്, ആൻറ്റി റിഫ്ലക്ഷൻ ആണ്, ആൻഡ് പ്രൊമോഷൻ അപ് ടു 120 ഹെർട്സും ഈ ഡിസ്പ്ലേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കിടിലൻ ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഞാനൊരു സാംസങ് S23 യൂസറാണ്. അപ്പം ഡിസ്പ്ലേയുടെ കാര്യം നോക്കുവാണെങ്കിൽ സാംസങ് ആണ് ബെറ്റർ. ഇതിൻ്റെ സ്പീക്കേഴ്സ് അടിപൊളി സ്പീക്കേഴ്സാണ്. നെക്സ്റ്റ് ഫോണിൻ്റെ ക്യാമറയെ പറ്റി സംസാരിക്കാം. 48MP റിയർ ക്യാമറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 3 ക്യാമറാസും 48MP ആണ്. 48MP മെയിൻ ക്യാമറ, 48MP അൾട്രാ വൈഡ് ക്യാമറ ആൻഡ് 48MP ടെലിഫോട്ടോ ക്യാമറ. ആൾസോ 8x ഒപ്റ്റിക്കൽ സൂം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് എ സൂം റേഞ്ച് ഓഫ് 40x ഇൻ ഫോട്ടോ ആൻഡ് 24x ഇൻ വീഡിയോ. അപ്പോൾ ഇതൊക്കെ ഒരു സാംസങ് യൂസർ കണ്ടിട്ട് 40xോ 24xോ ഇതൊക്കെ നമ്മൾ എന്ന് കണ്ടതാണ്. ഫ്രണ്ട് ക്യാമറയെ പറ്റി പറയുവാണെങ്കിൽ 8MP സെൻറ്റർ സ്റ്റേജ് ഫ്രണ്ട് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലെ ഫ്രണ്ട് ക്യാമറയാണ്. ഇപ്പോൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഒരു ഫീച്ചർ ഉണ്ട്, നമ്മുടെ ഫേസ് കറക്റ്റ് സെൻറ്ററിൽ തന്നെ അത് പ്രൊവൈഡ് ചെയ്തിരിക്കും. ആൻഡ് ഇതിൽ എനിക്ക് വേറെ ഇഷ്ടപ്പെട്ടൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് പോർട്രേറ്റ് ആയിട്ട് വെച്ചുകൊണ്ട് ലാൻഡ്സ്കേപ്പ് വീഡിയോയും ഫോട്ടോയും എടുക്കാൻ പറ്റും. അതൊരു കിടിലൻ ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെയധികം യൂസ്ഫുൾ ആണ് വ്ളോഗേഴ്സിനായിട്ട്. നമുക്കിപ്പം ഫോൺ ഇങ്ങനെ വെച്ചിട്ടാണ് പോർട്രേറ്റ് ആയിട്ട് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വ്ളോഗൊക്കെ ചെയ്യാൻ പറ്റും. ആൻഡ് ക്യാമറയിൽ വേറെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്, ലൈക്ക് ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫി, നൈറ്റ് മോഡ് ആൻഡ് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ലൈക്ക് ProRes RAW, Pro Workflows, Genlock ആൻഡ് ടൈം കോഡ് സപ്പോർട്ട്, 4K 120 FPS ഡോൾബി വിഷൻ. ടോട്ടലി നോക്കുവാണെങ്കിൽ ഐഫോണാണ്. ക്യാമറ കിടിലമാണ്, ഒന്നും പറയണ്ട. ആൻഡ് ഐഫോൺ വേറൊരു കാര്യം കൂടെ ക്ലെയിം ചെയ്യുന്നുണ്ട്. ദിസ് ഐഫോൺ ഹാസ് ദ ബെസ്റ്റ് ബാറ്ററി ലൈഫ് ഓഫ് ഓൾ അതർ ഐഫോൺസ്. 37 hours വീഡിയോ പ്ലേ ബാക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് 1.5 ദിവസം വരെ ചാർജ് നിൽക്കും. ആൻഡ് ഓൾസോ 50% ചാർജ് 20 മിനിറ്റ്സിനകം ഫിനിഷ് ആവും ഇഫ് യു ആർ യൂസിങ് എ ഹൈ വോൾട്ടേജ് അഡാപ്റ്റർ. ആൻഡ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ iOS 26 ആണ് ഇതിനകത്തുള്ളത്. അഡീഷണൽ ആയിട്ട് പറയേണ്ടതെന്ന് പറഞ്ഞാൽ Wi-Fi 7 ആണ്, Bluetooth 6 ആണ്, 5G കണക്ടിവിറ്റി ഉണ്ട്, ആൻഡ് ഓൾസോ eSIM ആണ്. ഇതിൻ്റെ സ്റ്റോറേജിനെ പറ്റി പറയുവാണെങ്കിൽ 256GB ഉണ്ട്, 512GB ഉണ്ട്, 1TB ആൻഡ് 2TB ഉണ്ട്. ഈ ഫോൺ 256GB ഫോണാണ്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 1,49,900 റുപ്പീസ്. ആൻഡ് ഇതിൻ്റെ ഹയർ വേർഷൻ 2TB പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 2,29,900 റുപ്പീസ് ആണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിന് നിങ്ങൾ ഈ ഒരു ഫോൺ മേടിക്കും, അവിടെയാണ് ചോദ്യം.
സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഐഫോൺ 17 Pro Max. എല്ലാ കാര്യം കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല, ബട്ട് എന്നാൽ അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മാക്സിമം പറഞ്ഞിട്ടുണ്ട്. സോ ഇഫ് ഐ മെയ്ഡ് എനി മിസ്റ്റേക്ക് ഇൻ ദിസ് വീഡിയോ പ്ലീസ് ഡു മെൻഷൻ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. സോ ദാറ്റ്സ് ഇറ്റ്. അടുത്തൊരു വീഡിയോ പാക്കലാം. ബൈ.